നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലയണൽ മെസ്സി, എക്കാലത്തെയും വലിയ ഇതിഹാസം, ഗോട്ട്. അദ്ദേഹം ഈ ലോകകപ്പിൽ, ഇത്തവണത്തെ 2026 ഫുട്ബോൾ ലോകകപ്പിൽ മാത്രം 2 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. അസാധാരണമായ ഗോൾ വേട്ട എന്ന് തന്നെ പറയണം. യഥാർത്ഥത്തിൽ അത് 6 ആകുമായിരുന്നു. ഇന്ന് ലഭിച്ച ഒരു പെനാൽറ്റി, ഓസ്ട്രിയക്കെതിരെ ലഭിച്ച ഒരു പെനാൽറ്റി അദ്ദേഹം പാഴാക്കി. അദ്ദേഹം അടിച്ച ഷോട്ട് പുറത്തേക്ക് പോയി, പോസ്റ്റിന് പുറത്തേക്ക് പോയി. അതല്ലെങ്കിൽ 2 കളിയിലും ഹാട്രിക് അടിക്കുന്ന കളിക്കാരനായി മാറിയനെ, 6 ഗോളായി മാറിയനെ. പക്ഷേ എന്തായാലും അതിൽ ചെറിയ നിരാശയുണ്ടെങ്കിലും മെസ്സി 5 ഗോളടിച്ച് ഇപ്പോഴും ഉജ്ജ്വല ഫോമിലാണ് എന്ന് കാണിക്കുന്നുണ്ട്. ആദ്യ കളിയിൽ അൾജീരിയക്കെതിരെ ഹാട്രിക് അടിച്ചതോടുകൂടി ലോകകപ്പിൽ ഇതുവരെ ഹാട്രിക് ഇല്ല എന്ന ഒരു പ്രശ്നം മെസ്സി പരിഹരിച്ചിരുന്നു. തുടർച്ചയായി 2ാമത്തെ കളിയിലും ഹാട്രിക് അടിക്കാൻ അവസരം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അടിക്കാൻ കഴിഞ്ഞില്ല. അത് പോട്ടെ. ഒപ്പം അദ്ദേഹം മറികടന്ന റെക്കോർഡ്, അർജൻറ്റീനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ ഗോളടിക്കുന്ന കളിക്കാരനായി അദ്ദേഹം, അത് പിന്നെ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ആണ് വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഈ മൊത്തം ലോകകപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന കളിക്കാരനായി അദ്ദേഹം മാറി. അതൊരു വലിയ റെക്കോർഡാണ്. 6 ലോകകപ്പുകളിൽ നിന്നായി 28 മത്സരങ്ങളിൽ നിന്നായി 18 ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയിരിക്കുന്നത്. മിറസ്ലാവ് ക്ലോസെ, ജർമ്മനിയുടെ മിറസ്ലാവ് ക്ലോസയുടെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തത്. ക്ലോസെ 24 കളികളിൽ നിന്ന് 16 ഗോളടിച്ചാണ് ആ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത്. അദ്ദേഹം 2014 റെക്കോർഡ് സ്ഥാപിച്ചത്. 12 കൊല്ലം മുമ്പ്, അതായത് ഒരു വ്യാഴവട്ടക്കാലം മുമ്പാണ് അദ്ദേഹം ആ റെക്കോർഡ് സ്ഥാപിച്ചിരുന്നത്. ഇപ്പോൾ അത് മെസ്സി 2 മത്സരങ്ങൾ, ഈ ലോകകപ്പിലെ 2 മത്സരങ്ങൾ കഴിയുമ്പോഴേക്ക് സ്വന്തം പേരിലാക്കിയിരിക്കുന്നു. എന്ന് മാത്രമല്ല 2 ഗോളിൻ്റെ വ്യത്യാസമായിരിക്കുന്നു. ക്ലോസെ 16 ഇപ്പോൾ മെസ്സി 18 ഗോൾ അടിച്ചിരിക്കുന്നു. ഹാട്രിക് തുടർച്ചയായി 2ാമത്തിലും ഹാട്രിക് നഷ്ടപ്പെട്ടു, പെനാൽറ്റി പാഴാക്കി എന്നൊക്കെ നിരാശയുള്ളപ്പോഴും ഈ നേട്ടങ്ങളോടെ അർജൻറ്റീനയെ തുടർച്ചയായി 2ാമത്തെ ലോകകപ്പിലേക്ക് അദ്ദേഹം നയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.